ഹൈബീഡിന്റെ പ്രധാന യോഗത്തിൽ സംസാരിക്കുന്നു KV തോമസ്. പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ നിന്നും നല്ല ഭൂരിപക്ഷത്തോടുകൂടി നമുക്ക് ജയിക്കണം. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്തുണ്ടായിട്ടുള്ള എല്ലാ നേട്ടങ്ങൾക്കും നാം എല്ലാം ഉത്തരവാദികളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാൻ ഇറങ്ങി വന്ന നെടുമ്പാശ്ശേരി എയർപോർട്ട് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല. ഒരു എയർപോർട്ട് നഷ്ടപ്പെട്ടു പോകും വെല്ലിംഗ്ടണിൽ നിന്ന് വന്നപ്പോൾ ഇതിനോടൊപ്പം ആ സ്ഥലം കാണുകയും അതിനുവേണ്ടി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ മെട്രോ കണ്ടു. ആ മെട്രോ യാഥാർത്ഥ്യമാകുന്നതിലൊരു പങ്ക് എനിക്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു അന്തർദേശീയ സ്റ്റേഡിയവും എറണാകുളം പാലങ്ങളും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞ ആളെന്ന നിലയിൽ വളരെ സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ ഡൽഹിയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്നത്. ഇനിയും എറണാകുളത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. നമുക്കൊന്നിച്ച് കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഹൈബിക്ക് നല്ല വിധത്തിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്നതിനുള്ള ആത്മാർത്ഥമായ പ്രവർത്തനം എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുകൂടി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്ക് ചൊല്ലിക്കുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ TJ വിനോദ്, ബഹുമാന്യനായ തോമസ് മാസ്റ്റർ, ശ്രീ PT തോമസ് MLA, ശ്രീ K ബാബു, ഫ്രാൻസിസ് ഏട്ടൻ, ശ്രീ ടോണി ചമ്മണി, ശ്രീ AB സാബു അടക്കമുള്ള ബഹുമാന്യരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ 8 വർഷക്കാലം എറണാകുളം നിയമസഭാ മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ കലവറയില്ലാത്ത പിന്തുണയാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ തോമസ് മാസ്റ്ററിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഒരു വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ വളരെ മുതിർന്ന ഒരു നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ വലിയ എക്സ്പീരിയൻസും എല്ലാം എനിക്ക് പല സന്ദർഭങ്ങളിൽ പ്രയോജനപ്പെടുത്തി നൽകിയിട്ടുണ്ട്. അതൊരു പുതിയ ജനപ്രതിനിധിയെ സംബന്ധിച്ച് ഏറെ സഹായകരമായ ഒരു കാര്യം തന്നെയാണ്. ഇന്ന് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോഴും ഞാൻ ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ KV തോമസ് ഹൈബീഡിന്റെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്.